രാജാക്കാട് കുഞ്ചിത്തണ്ണി റോഡിൽ ടിപ്പറിലേക്ക് വൻമരം കടപുഴകി വീണു. മുല്ലക്കാനം സാംജോ കോളേജിന് സമീപത്തെ റോഡരികിൽ നിന്ന് ഉണങ്ങിയ മരമാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ടിപ്പറിന്റെ മുകളിലേക്ക് വീണത്. രാജാക്കാട് കുഞ്ചിത്തണ്ണി റോഡിൽ മുല്ലക്കാനം സാൻജോ കോളേജിന് സമീപം വൻമരം കടപുഴകി വീണ ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്ന് വൈകുന്നേരം ഏകദേശം 3:30യോടെയാണ് എല്ലക്കൽ മുല്ലക്കാനം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മണ്ണെടുത്തുകൊണ്ടിരുന്ന ടിപ്പറിലേക്കും സമീപത്തെ വീടിന്റെ മുറ്റത്തേക്കുമായി വൻ ഇലവുമരം കടപുഴകി വീണത്. തൊട്ടടുത്ത ചാമക്കാലയിൽ ഫിലിപ്പിന്റെ വീട്ടിൽ വെള്ളം കുടിക്കാനായി വന്ന കുട്ടികളും ടിപ്പർ ഡ്രൈവറും വേലിക്കകത്ത ബിജു ജോസഫും തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. കാലങ്ങളായി ഉണങ്ങി ദ്രവിച്ചു നിന്ന മരം വെട്ടിമാറ്റണമെന്ന് നിരന്തരമായി വനംവകുപ്പ് അധികൃതരെ അറിയിച്ചിട്ടും വെട്ടിമാറ്റാൻ തയ്യാറായില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. 4 വർഷമായി ഉണങ്ങി നിന്നിരുന്ന മരമാണ്. നിരവധി പരാതികൾ സാൻജോ കോളേജുകാരും അതുപോലെ തൊട്ട് താഴെ കാണുന്ന വീട്ടുകാരും എല്ലാം ഇതിന് പരാതി കൊടുത്തിരുന്നതാണ്. പക്ഷേ നിയമത്തിൻ്റെ നൂലാമാലകൾ പറഞ്ഞ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ട തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയില്ല എന്നുള്ളതാണ് ഇന്ന് ഉണ്ടായിരിക്കുന്ന ഈ സംഭവം എന്ന് പറയുന്നത്. ടിപ്പറിന് മുകളിലേക്ക് വീണ മരത്തിന് ഏകദേശം 300 ഇഞ്ച് വണ്ണമുണ്ട്. ഇതുപോലെ നിരവധി മരങ്ങൾ റോഡരികിൽ ഭീഷണിയായി നിൽക്കുന്നുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്.